പ്രണയം പൂവിടുമ്പോൾ. തികച്ചും ഏകാന്തവും വിഷാദവും നിറഞ്ഞ ബാല്യകൗമാരങ്ങളിൽ നിന്ന് രക്ഷിച്ചത് പുസ്തകങ്ങളായിരുന്നു. അച്ഛൻ്റെ കൈവശം കുറേയേറെ പുസ്തകങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മനസ്സിലാവുന്ന തരത്തിലുള്ളതായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ചരിത്രവും ഉപനിഷത്തുകളും പിന്നെ കുറേ ലേഖനങ്ങളും ഒക്കെ ആയിരുന്നു. എന്നിരുന്നാലും വിരസമായ സമയങ്ങളിലൊക്കെ അവയോരോന്നും എടുത്ത് വായിക്കുമായിരുന്നു. ഒന്നും മനസ്സിലാകുമായിരുന്നില്ലെങ്കിലും വീണ്ടും വീണ്ടും വായിച്ചു. ആ പുസ്തകങ്ങളിലെ പല വരികളും കാണാപ്പാഠമായിരുന്നു. വായനയോടുള്ള താല്പര്യം കണ്ട് അച്ഛൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ കൊണ്ടുവന്നു തന്നു. ബഷീറിനെ വായിക്കാൻ തുടങ്ങിയതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന വായനാ ലോകം അടിമുടി മാറി. സങ്കല്പങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഓരോന്നും ചേക്കേറി ബഷീറിൻ്റെ ശൈലിയും ജീവിതഗന്ധിയായ അനുഭവ പരിസരങ്ങളുമൊക്കെ വല്ലാതെ ആകർഷിച്ചു. ഏകദേശം 10-11 വയസ്സുള്ളപ്പോഴാണ് ബഷീറിനെ വായിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കഥകളിലെ പ്രണയവും ചുംബനങ്ങളുമെല്ലാം തെല്ല് ആകാംക്ഷയോടും ആശങ്കയോടും കൂടിയാണ് വായിച്ചിരുന്നത്. ആ പ്രായത്തിൽ ചുംബനങ്ങളെക്കുറിച്ചും ശാരീരിക ആകർഷണങ്ങളെക്കുറിച്ചും വായിക്കുമ്പോൾ നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. പ്രണയം എന്നൊരവസ്ഥ എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ കൃതികളിലെ പ്രണയിക്കപ്പെടുന്ന സ്ത്രീകളുടെ സ്ഥാനത്ത് സ്വയം സങ്കല്പിച്ചുകൊണ്ട് അവരുടെ മാനസിക നിലയിലൂടെ ഉയർന്നും താണും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സ്കൂളിൽ ഒരു ലൈബ്രറി ഉണ്ടെന്നും അവിടെ കുറേ പുസ്തകങ്ങളുണ്ടെന്നും അതിനെ പ്രയോജനപ്പെടുത്തണമെന്നും ഞങ്ങളോട് പറഞ്ഞത് മലയാളം അധ്യാപകനായ മനോഹരൻ സാറാണ്. അതീവ സുന്ദരനായ സാർ സ്കൂളിലെ മുഖ്യ ആകർഷണമായിരുന്നു. നാടക നടനും ഗായകനും കൂടിയായ സാറിനെപ്പറ്റി പെൺകുട്ടികൾ പറയാത്ത ദിവസങ്ങളില്ല. സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും ആരാധനാപാത്രമായിരുന്നു അദ്ദേഹം. ചങ്ങമ്പുഴയുടെയും വൈലോപ്പിള്ളിയുടെയും ജി ശങ്കരക്കുറുപ്പിൻ്റെയും സുഗതകുമാരിയുടെയും കവിതകൾ ഈണത്തിലും ഭാവത്തിലും ഗാംഭീര്യത്തിലും ചൊല്ലുന്നത് കേട്ട് ക്ലാസ് മുറിയാകെ നിശബ്ദമാകും. അതിമനോഹരമായ ശബ്ദത്തിൽ ഉച്ചത്തിൽ അദ്ദേഹം കവിത ചൊല്ലുമ്പോൾ തൊട്ടടുത്ത ക്ലാസ് മുറികളും നിശബ്ദമാകും. മനോഹരൻ സാർ കവിതകൾ ചൊല്ലുന്നത് കേട്ടിട്ടാണ് ഞാൻ കവിതകളെ സ്നേഹിച്ചു തുടങ്ങിയത്. സാറിൻ്റെ പഠനരീതി വ്യത്യസ്തമായിരുന്നു. ക്ലാസ് മുറിയിലിരുന്ന് പഠിപ്പിക്കാതെ പലപ്പോഴും ക്ലാസ്സിന് പുറത്ത് സ്കൂൾ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന വാകച്ചോട്ടിലിരുന്നാവും പഠനം. നിലത്ത് വീണുകിടക്കുന്ന കടും ചുവപ്പാർന്ന വാഗപ്പൂക്കൾക്ക് നടുവിൽ ഞങ്ങളെ ഇരുത്തും. നിലത്തിരിക്കാൻ പറ്റാത്തതിനാൽ എനിക്കിരിക്കാൻ വേണ്ടി മാത്രം ഒരു കസേരയിടും. സാറ് പഠിപ്പിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കേട്ടുകൊണ്ട് അദ്ദേഹത്തെ തന്നെ നോക്കിയിരിക്കും. ചില പാഠഭാഗങ്ങൾ അദ്ദേഹം അഭിനയിച്ചു കാണിക്കും. ക്ലാസ് എടുക്കുന്നതിനിടെ ഇടയ്ക്കിടെ ഞാനിരിക്കുന്ന കസേര നന്നായി മണ്ണിലുറപ്പിച്ചും ശ്രദ്ധിച്ചും സുരക്ഷ ഉറപ്പാക്കുമായിരുന്നു സാർ. അദ്ദേഹം നൽകിയ ചെറിയ പരിഗണനയിൽ പോലും അതിയായി സന്തോഷിച്ചു. സാറ് ചൊല്ലുന്ന കവിതകളിൽ സ്വയം മറന്നിരുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ കവിത എൻ്റെ ശ്വാസം പോലെ മാറിയപ്പോൾ അതിന് കാരണക്കാരനായ ആ വ്യക്തിയോട് ആ ചെറുപ്രായത്തിലുണ്ടായിരുന്ന ഇഷ്ടം പ്രണയമായിരുന്നു എന്ന് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട്. മറ്റൊരു അധ്യാപകനോടും തോന്നാത്ത ഒന്ന് സാറിൻ്റെ സാമീപ്യത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. കുട്ടിക്കാലം മുതൽ വായനയിലൂടെ കടന്നുപോയതുകൊണ്ടാകാം പ്രണയമെന്ന വൈകാരികാവസ്ഥ അപരിചിതമായ ഒന്നായിരുന്നില്ല. ഒരുപക്ഷെ പ്രണയം വളരെ മുമ്പേ രൂപപ്പെട്ടതും അതുകൊണ്ടാകാം എന്ന് കരുതുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്നെടുത്ത ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന പുസ്തകം വായിക്കുമ്പോൾ അതുവരെ പരിചിതമില്ലാത്തൊരു വൈകാരികാവസ്ഥയെ വാക്കുകളിലൂടെ അനുഭവിക്കുകയായിരുന്നു. ഓരോ വരിയിലൂടെ കടന്നു പോകുമ്പോഴും ഹൃദയഭിത്തികൾക്കുണ്ടായ അകാരണമായ മിടിപ്പ് മനോഹരൻ സാറിൻ്റെ സാമീപ്യത്തിൽ അനുഭവപ്പെട്ടു. അതൊക്കെയും അദ്ദേഹത്തോടുള്ള അതീവമായ ഇഷ്ടവും ആരാധനയും കലർന്ന പ്രണയമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം കവിത ചൊല്ലുമ്പോൾ തിളക്കമേറിയ കണ്ണുകളിലും കുറ്റിത്താടിയുള്ള കവിളിലും ചുണ്ടിലുമൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട്. സാറിൻ്റെ കവിതാലാപനത്തോടുള്ള ഇഷ്ടം കാരണം സ്കൂൾ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന കവിതകളൊക്കെ വായിക്കാൻ തുടങ്ങി. പലതും കാണാതെ പഠിക്കുകയും ചെയ്തു. ഞാനും സാറും കവിതകളും മാത്രമുള്ളൊരു ലോകം എന്നിൽ തഴച്ചു വളർന്നു. എന്നിലെ കവിയെ മാത്രമല്ല ഗായികയെയും കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു.